മഹോന്നതനായ ഏക സത്യദൈവത്തിന് എന്നേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എല്ലാ ഹൃദയങ്ങളിലും മാനവഹൃദയങ്ങളിലെല്ലാം ആ ആരാധനയുടെ അനുഭവമുണ്ടായി തീരുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഈ മോക്ഷകവചം പുസ്തകത്തിൻ്റെ വായന, ഓഡിയോ ബുക്ക് റീഡിങ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ജ്ഞാനത്തിൽ നിറഞ്ഞ് വിശുദ്ധിയോടെ മുന്നോട്ട് ജീവിക്കുവാൻ, നമ്മുടെ ഈ നിമിഷങ്ങൾ യോഗ്യമായി തീരാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലവണങ്ങി നമുക്ക് ഇതിനെ ഒരു ദൈവിക ശുശ്രൂഷയായി പരിഗണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. സഭയിൽ വന്നിരിക്കുന്ന ഒരു ഇരുണ്ട നൂറ്റാണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ സഭയ്ക്കല്ല ഇരുള് പറ്റിയത്. അത് നമ്മൾ പ്രത്യേകമായി പറയണം. അതെടുത്ത് പറയാൻ കൂടിയാണ് ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുന്നത്. സഭയുടെ ഇരുണ്ട നൂറ്റാണ്ടെന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ ഇരുളിലായിപ്പോയി. സഭയ്ക്ക് അന്നും ഒന്നും പറ്റിയിട്ടില്ല. സഭ, സ്വർഗീയ സഭ, അന്ന് ഏറെക്കുറെ ചുരുങ്ങിയ ചില വിശുദ്ധരിലൂടെ അന്നും അല്പമാത്രമായി സ്പന്ദിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധിയുടെ വലിയ സ്വർഗീയമായ ഒരു ചെയിൻ, അത് പൊട്ടിപ്പോകാതെ, ഒരു ചെയിൻ പൊട്ടിപ്പോകാതെ ഇന്ന് വരെ നിലനിൽക്കുകയാണ്. അതാണ് രണ്ടാം കത്തോലിക്കാ സഭയുടെ വലിയ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ്. ചിലർ പറയാം, അയ്യോ വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഇരുണ്ട്, എന്തോ ഒരു വ്യഭിചാരമൊക്കെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് അധികാരസ്ഥാനത്തിരുന്നവർ ആ അധികാരസ്ഥാനത്തെ ദുഷിച്ചതിലുണ്ടായ അവരുടെ തെറ്റാണ്, ആ വ്യക്തികൾക്കാണ്. അന്നും വിശുദ്ധരായ കുറച്ച് ആളുകളിലൂടെ ഈ സഭ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ യഥാർത്ഥത്തിൽ സഭയുടെ തലപ്പത്തിരിക്കുന്നവർ അപ്രകാരമല്ലാത്തതിനാൽ എന്തുവേണ്ടി ആ കുറ്റപ്പെടുത്തൽ ഇന്നും സഭയിലേക്കുണ്ട്. അത് സഭയുടെ കുറ്റമല്ല. പിന്നെയോ ആ പാപികളായിരുന്നവർ കർത്താവിൻ്റെ പേര് പറഞ്ഞ് ചില സ്ഥാനങ്ങളിലെല്ലാം കയറിപ്പറ്റി അതിനുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ അത് ഇരുണ്ട നൂറ്റാണ്ടായി മാറ്റപ്പെട്ടു. ഇന്നും അതിനെ വിമർശിക്കുന്നവരുണ്ട്. അത് സഭയുടേതല്ല. സഭയ്ക്ക് ഇരുണ്ട നൂറ്റാണ്ടല്ല ഉള്ളത്. എന്നും പ്രകാശമായി ഇരുണ്ട നൂറ്റാണ്ടുകളെന്ന് മറ്റുള്ളവർ വിമർശിക്കുന്ന ആ തലങ്ങളിലും സഭ വിശുദ്ധിയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിനെപ്പറ്റിയായി പറയേണ്ടത്, പഠിക്കേണ്ടത്. അതുകൊണ്ട് ഉള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. പിന്നെ ഇല്ലിക്കപ്പുറി അച്ഛൻ, അല്ല, നമ്മുടെ കണിച്ചായി അച്ഛൻ, ബഹുമാനപ്പെട്ട കണിച്ചായി അച്ഛൻ പറഞ്ഞ പോലെ കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരം എഴുതുക. കറുത്ത ബോർഡെന്ന് പറയുന്നത് കറുത്ത നൂറ്റാണ്ടുകളിൽ അന്നും വെളിച്ചമുണ്ടായിരുന്നു എന്നെഴുതുന്നതിനെ ശ്രദ്ധിക്കുക. എന്നാൽ കറുത്ത ഇതുണ്ടായില്ലേ? ഉണ്ടായി. സഭയുടെ നേതൃത്വങ്ങളല്ലേ? അതെ, സത്യമാണ്, സമ്മതിക്കും. ആ സത്യത്തെ മാറ്റാൻ പറ്റുകയില്ല. എന്നാൽ അവർ സഭയുടെ ആൾക്കാരല്ലായിരുന്നു. സഭ വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെയാണ്. പാപത്തിൽ നിന്ന് വിളിച്ച് വേർതിരിപ്പിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. അപ്പോൾ അവരപ്രകാരമുള്ളവർ പിശാചിൻ്റെ തന്ത്രപരമായ തന്ത്രത്തിൽ കുടുങ്ങി ഇരുളിനോട് ചേർന്ന് സത്യത്തെ മറച്ചു പിടിച്ചു. എന്നാൽ അന്നുമുള്ള സത്യം ഇന്നും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ പരിശുദ്ധാത്മാവിൽ സഭയിൽ പല തീരുമാനങ്ങളും എടുത്ത് സഭ നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ചെയ്തു വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഇരുണ്ട നൂറ്റാണ്ടിനെ പറ്റിയും പറയുകയാണ്. അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ ഇരുണ്ട നൂറ്റാണ്ട് സഭയുടേതല്ല. പിന്നെയോ സഭയുടെ തലപ്പത്തേക്ക് പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടവർ കയറി ഇരുന്നു കൊണ്ട് അവർ ചെയ്ത അധാർമികത പല നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നു. അതിനെ ഇരുണ്ട നൂറ്റാണ്ടെന്ന് പറയുന്നത്, സഭ അതിനെ പറയുന്നത്, അന്ന് തിന്മകളുടെ പിടിയിൽ ഒത്തിരി തകർച്ചകൾ വന്നിട്ടുണ്ട്. എങ്കിലും അന്നും നല്ലവരായവരിലൂടെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സഭ ഒരിക്കലും പാപത്തിൽപ്പെട്ട് കിടക്കുകയില്ല, സാധിക്കുകയല്ലത്. കാരണം ക്രിസ്തുവാണ് സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാണത്. അതിന് ഒരിക്കലും യാതൊരു കോട്ടവും വന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് അനേകരതിനെ തമസ്കരിച്ച കാലത്തെയാണ് ഇരുണ്ട നൂറ്റാണ്ടെന്ന് പറയുന്നത്. അന്ന് എന്തൊക്കെ സംഭവിച്ചുവെന്ന് അറിയുക. അത്ര നീചന്മാരായിരുന്നു എന്നുണ്ടായിരുന്നവർ. പക്ഷേ ആ മാർപ്പാപ്പാ സ്ഥാനത്തൊക്കെ ഇരുന്നവരുടെ പേര് പറയുവാൻ സഭ മടിക്കുന്നില്ല. എന്നാൽ അവരിലും
വിശുദ്ധരെന്ന് കരുതിയിരുന്നവരിൽ പോലും കർത്താവിനെതിരായി അനേക തിന്മകൾ നടന്നുവെന്ന് സഭ ഇന്നും സമ്മതിക്കുന്നുണ്ട്. അത് നടന്നാതിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് പുതുക്കം ആരംഭിക്കുന്നത്. ഓക്കെ, ഒരു പുതു ചൈതന്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് തുടർന്ന് വായിക്കാം. പിന്നെ ഈ വലിയ ആഡംബരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങിയ കാലത്ത് തന്നെ നേരെ നിന്ന് വിരൽ ചൂണ്ടാനുള്ളവർ, ആ നേതൃത്വത്തിനെതിരെ വിരൽ ആയിരുന്ന വിശുദ്ധരുണ്ടായിരുന്നു അന്നും. അപ്പോൾ സഭയ്ക്ക് കെടുതി വന്നോ? ഇല്ല. മരിക്കാൻ തയ്യാറായിട്ട് നിന്ന സഹോദരങ്ങളെ പോലെയൊക്കെ ഉള്ളവർ പറഞ്ഞു, ക്രിസ്തുവിൻ്റെതല്ലാത്തതൊന്നും ഇവിടെ പറ്റുകയില്ലെന്ന് നേതൃത്വത്തോടാണ് പറഞ്ഞത്. അതിനുള്ള ആർജവത്വമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ അവർ ഗർജിച്ചു. അപ്പോൾ പറയാനുള്ളത് പറയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് എന്നും ആവശ്യമാണ്. അപ്പം ഇരുണ്ട നൂറ്റാണ്ടെന്ന് പറയുന്നത് സഭയുടെയല്ല, പിന്നെയോ ആ നൂറ്റാണ്ടുകളിൽ സഭയുടെ തലപ്പത്ത് വന്ന് അനേകരും പാപത്തിൽ മുഴുകിയതുകൊണ്ട് സഭയുടെ മേൽ ഇന്നും ആ കുറ്റം ആരോപിക്കുകയാണ്. സഭയ്ക്ക് കറുത്ത നൂറ്റാണ്ടുമില്ല, പാപവുമില്ല. അത് കർത്താവിൻ്റെ ശരീരമാണ്. അതിനാൽ ആ മനുഷ്യരന്ന് കർത്താവിൻ്റെ ശരീരത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് സഭാ തലവന്മാരെന്ന് പറയുന്നവർ അന്ന് ഭയങ്കരമായ പാപത്തിൻ്റെ തേർവാഴ്ചയിൽ തകർന്നു പോയൊരവസ്ഥയുണ്ട്. അപ്പോഴും വിശുദ്ധരായവർ അന്നും ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സഭയിലുണ്ടായിരുന്നു. വായിക്കാം. ഈ വക കാര്യങ്ങളെയെല്ലാം എതിർത്തിരുന്ന വിശുദ്ധർ അന്നും എക്കാലത്തും ഉണ്ടായിരുന്നതായി കാണുന്നു. വിശുദ്ധനായ ബെർണാർഡ് എബൂജിൻ മൂന്നാമൻ 1145-1151 കാലത്ത് ജീവിച്ചിരുന്ന പാപ്പായ്ക്ക് ഒരു പ്രവാചകൻ്റെ ധാർമ്മികരോക്ഷത്തോടെ, വിശുദ്ധ ബെർണാർഡ് പാപ്പായ്ക്ക് ഒരു പ്രവാചകൻ്റെ ധർമ്മരോക്ഷത്തോടെ എഴുതിയ കത്തിൽ മാർപ്പാപ്പായുടെ വേഷവിധാനങ്ങളും ആഭരണങ്ങളും വെളുത്ത കുതിരപ്പുറത്തുള്ള സഞ്ചാരവും, ഇന്ന് വെളുത്ത നിറമുള്ള വില കൂടിയ കാറുകളും ആഡംബരമൊക്കെ വന്നു പോയിട്ടുണ്ട്. അത് മാറ്റേണ്ടതാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തി. നമ്മൾ നവീകരണത്തിൻ്റെ പാതയിലേക്ക് കടന്നിരിക്കുന്നു. അതിനാൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഇന്ന് മെത്രാന്മാരെയൊക്കെ നോക്കിയേ, അവർ പഴയ പോലെ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ രക്തം പതിപ്പിച്ചതോ ഇന്നത്തെ വിലയ്ക്ക് നോക്കിയാൽ അങ്ങനെ വലിയ സ്വർണ്ണമാലകളൊന്നും ഇട്ടല്ല നടക്കുന്നത്. ഒരു പ്ലാറ്റിനമാണെന്ന് ചിലർ പറയും. അത് അല്ല, സാധാരണ ഒരു വെള്ളി നിറമുള്ള, വെള്ളി ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ മാല ആയിരിക്കാം, അതിൻ്റെ ഒരു കുരിശുമൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലുശ്ശേരി പിതാവിൻ്റെ അവിടെ ചെല്ലുന്നപ്പോൾ വൈകുന്നേരത്തെ ഒരു ടീ ടൈമും അദ്ദേഹത്തിൻ്റെ വിനയവും ഒക്കെ ഞാൻ അന്നും കണ്ടതാണ്. പക്ഷേ ഇന്നും ഈ പഴയ കാലത്ത് ഉണ്ടാക്കിയ ചില മുടിയും ഇതുമൊക്കെ മാറ്റിയിട്ടില്ലെന്നുള്ളതൊരു വസ്തുതയാണ്. അത് മാറ്റേണ്ടതാണെന്ന് ഞാനും ഉള്ളത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോഴും എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള പൗരോഹിത്യത്തിൻ്റെ പഴയത് ക്രോസിയർ ഇതൊക്കെ വടിയും മുടിയും എല്ലാം മാറ്റേണ്ടതാണ്. അത് സഭയിലേക്ക് വന്ന ഒരു തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടും മാറ്റാത്തത് ശരിയല്ല, മാറ്റേണ്ടതാണെന്നാണ് സഭയുടെ ചിന്തകളിലൊക്കെ വന്നിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ വന്നിട്ടുണ്ട്. അത് ക്രമേണ മാറ്റുമായിരിക്കും. മാറ്റാൻ സമ്മതിക്കാത്തതാണ് ഇന്നത്തെ വിശ്വാസികളെന്ന് പറയുന്ന അവിശ്വാസികൾ കാരണം. അതൊക്കെ അവർ മാറ്റിയിട്ട് അവർക്കും മുന്നോട്ട് പോകുവാൻ, ഇത് നയിച്ചുകൊണ്ട് പോകാൻ പ്രേരിപ്പിക്കേണ്ടതാരാ ഒരു തരത്തിൽ. പ്രാർത്ഥിച്ചും കൂടിയും സഭാവിശ്വാസികൾ എന്ന് പറയുന്നവരാണ്. പക്ഷേ ഈ വക കാര്യങ്ങളിൽ സിനഡൊക്കെ നടക്കുമ്പോൾ സഭാവിശ്വാസികളിൽ നിന്ന് കുറച്ച് പേരെ കൂടെ സ്വീകരിച്ച് മെത്രാൻ സിനഡൊക്കെ വരുമ്പോൾ സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഇത്തരണത്തിൽ ഒന്ന് പറയുകയാണ്, സൂചിപ്പിക്കുകയാണ്. അത് അതിൻ്റേതായ എൻ്റെ ആത്മാർത്ഥതയെ കണക്കിലെടുക്കണമെന്ന് കൂടെ അധികാരസ്ഥാനങ്ങളിലുള്ളവരോട് അപേക്ഷിക്കുകയുമാണ്. വിശുദ്ധനായ ബെർണാർഡ് എബൂജിൻ മൂന്നാമൻ പാപ്പായ്ക്ക് എബൂജിൻ മൂന്നാമൻ, അത് 1145 മുതൽ 1153 വരെയുള്ള ജീവിച്ചിരുന്ന പാപ്പായ്ക്ക് ഒരു പ്രവാചകൻ്റെ ധാർമ്മികരോക്ഷത്തോടെ എഴുതിയ കത്തിൽ മാർപ്പാപ്പായുടെ വേഷവിധാനങ്ങളും ആഭരണങ്ങളും വെളുത്ത കുതിരപ്പുറത്തുള്ള സഞ്ചാരവും പട്ടാളക്കാരുടെയും പരിചാരരുടെയും മറ്റും അകമ്പടിയും കണ്ടാൽ അദ്ദേഹം പത്രോസിൻ്റെ പിൻഗാമിയല്ല, റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ്റെ പിൻഗാമിയാണെന്ന് തോന്നുമെന്ന് അപലപിച്ചിരിക്കുന്നു. പേജ് 79. ഓക്കെ, ഞാനീ വായിച്ചു വരുന്നത് ശ്രദ്ധിക്കുക. ഞാൻ വേറെ ആരിൽ നിന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തോലിക്കാ സഭ തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ നിന്നാണ് ഈ വരുന്നത്. ഓക്കെ,
ഇത് കണ്ട് ഞാൻ ഇതൊക്കെ വായിച്ച കാലത്ത് അന്തരിച്ച ജോൺ പോൾ രണ്ടാമൻ എന്ന മാർപ്പാപ്പായ്ക്ക് 1996 കാലത്ത് മെഴ്സിഡസ് കമ്പനി അന്ന് 1 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന കാറ് സമ്മാനമായി നൽകി. ശരി, സമ്മാനമാണ്. അവർക്ക് അതിനേക്കാൾ സമ്മാനം നൽകുന്ന ബിസിനസ്സുകാർക്ക് അതിനേക്കാൾ ബിസിനസ് ഉദ്ദേശമുണ്ട്. നിഷ്കളങ്കനായ പോപ്പ് ശരിയായിരിക്കാം, സമ്മാനമായി കിട്ടിയത്. ഈ വാർത്ത മനോരമ ദിനപത്രത്തിൽ കാറിനടുത്ത് പോപ്പ് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചതിൽ അങ്ങനെ എനിക്ക് ഒരു നല്ല കാറും കൂടി കിട്ടി, പോപ്പ് പറഞ്ഞതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, കിട്ടിയെന്ന് പറഞ്ഞ് മനോരമ അതങ്ങ് പബ്ലിഷ് ചെയ്തു. കുറച്ച് ആ സമയത്ത് ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ഇതൊക്കെ എന്തിനാണെന്ന് പലരും ചിന്തിക്കുന്നവർ സഭാവിശ്വാസികൾ തന്നെ ചിന്തിച്ച സമയമുണ്ട്. ഞാനത് പറയാം. ഈ വാർത്ത മനോരമ ദിനപത്രത്തിൽ കാറിനടുത്ത് പോപ്പ് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചതിൽ അങ്ങനെ എനിക്കൊരു നല്ല കാറും കൂടി കിട്ടിയെന്ന് പറഞ്ഞ് മാർപ്പാപ്പ സന്തോഷിക്കുന്ന വാക്യം കൂടി ചേർത്തിരുന്നു. അതാണ് പ്രശ്നം വന്നത്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ ധനികനായ യുവാവിനോട് പറഞ്ഞ ശ്രീ യേശുനാഥനെ ഇവിടെ പ്രത്യേകമായി ഓർത്തു പോകുന്നു. അന്ന് ഞാൻ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചു പോന്നിരുന്ന നാളുകളിലാണത്. ആദ്യമേ സഭയോട് ബന്ധപ്പെട്ടായിരുന്നു, പിന്നെ സഭയിൽ തന്നെയായിരുന്നു. സഭയോട് കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന കാലത്ത് തന്നെയാണ് സ്വതന്ത്രമായി ശുശ്രൂഷ നടത്തിയത്. സ്പിരിച്വാലിറ്റി സെൻ്ററിലൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് സഭ എന്നെ ഒന്ന് പുറത്താക്കി കേട്ടോ. സത്യം പറഞ്ഞതിൻ്റെ പേരിലും ഒക്കെയാണ് ഞാൻ എല്ലാ സഭകളിലും പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ പേര് സഭയിൽ നിന്ന് വെട്ടി എന്നോട് ചോദിക്കാതെ, പക്ഷേ ആലഞ്ചേരി പിതാവ് അതിൻ്റെ ഇടപെട്ടു. അത് വീണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ കത്തോലിക്ക സഭയുടെ അംഗമാണ് എന്ന് അഭിമാനത്തോടെ ഇപ്പോഴും പറയുന്നു. ഓക്കെ, എന്നാൽ ഞാൻ സ്വർഗത്തിലെ ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, അതിലെ അംഗമാണെന്നുള്ളതിൽ ഞാൻ കർത്താവിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വീഴ്ച വരുത്താതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ആരും സുവിശേഷ പ്രസംഗത്തിന് ഫീസ് വാങ്ങാൻ ഇന്നാളിതുവരെ ആരോടും സുവിശേഷ പ്രസംഗത്തിന് ഫീസ് വാങ്ങാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കാതെ കാത്തു സൂക്ഷിച്ചതിന് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയട്ടെ. അഹങ്കാരമായി പറയല്ല. എൻ്റെ മാനസാന്തരത്തിന് ശേഷം എൻ്റെ ബിസിനസ്സുകളിലൊക്കെ വന്ന് അഭിവൃദ്ധി കൊണ്ട് എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. അപ്പോൾ മഹാപാപപ്രവൃത്തി ചെയ്ത് നടന്ന ഞാൻ എൻ്റെ പണം സുവിശേഷത്തിനായി മാറ്റി വെക്കേണ്ടതുണ്ടെന്ന് കരുതി കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഏതെങ്കിലും സുവിശേഷകൻ തൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ പണം 24 മണിക്കൂറും അതിലേക്കൊക്കെ ഓടി നടക്കുമ്പോൾ അതിനാവശ്യമായത് സ്വീകരിക്കുന്നത് പാപമാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയുന്നില്ലെന്ന് സൂചിപ്പിക്കട്ടെ. തെറ്റിദ്ധരിക്കരുതേ ദൈവജനമേ, പ്രിയപ്പെട്ടവരെ. ഇത് അഹങ്കാരമായി എടുക്കരുത്, ഇടയാകാതിരുന്നത് എത്ര നന്നായി എന്നുള്ള വിചാരത്തിൽ എഴുതിയാണ്. ഇന്നും ക്രിസ്തുവിൽ ജീവിക്കുവാൻ തീവ്രമായി അഭിലഷിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ, എപ്പോഴും മരണം വരെയും. ഒരു കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന അംഗത്വം അന്ന് എഴുതിയതാകട്ടോ ഈ പുസ്തകം. അംഗത്വം അവർ നീക്കം ചെയ്തതായി അറിയാം. ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. ചില പെന്തുക്കോസ് സഭകളുമായി ഞാൻ ബന്ധപ്പെട്ടത് തെറ്റായി കത്തോലിക്കർ കരുതി. എന്നാൽ ഞാൻ ഒരു പെന്തുക്കോസ് സഭയിലും അംഗമായിട്ടില്ലെന്ന് എടുത്തു പറയട്ടെ. അവരുടെ രീതികളും കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് എനിക്ക് നന്മയായി തീരുകയും ചെയ്തു. അതിന് ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ മരിച്ചുപോയ ഒരു ഇരുമ്പൻ അച്ഛനുണ്ടായിരുന്നു, പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞപ്പോൾ പറഞ്ഞു, സഭയിൽ നിന്ന് എന്നെ നീക്കം ചെയ്ത് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോവുകയാണ്, ഒരു കുഴപ്പവുമില്ല, സത്യം എന്താണെന്ന് അവിടുത്തേതും അറിയാമല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണിപ്പോൾ. അവരുടെ രീതികളും കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിശുദ്ധരായി ജീവിക്കുന്ന കുറച്ച് ആളുകളെ വളരെ കുറച്ച് ബ്രാക്കറ്റിൽ അവിടെയും കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലും അവരെയൊക്കെ അവരിലുള്ള നന്മയെ അംഗീകരിക്കണമെന്ന് പറയുന്നുണ്ടെന്നുള്ളത് കൂടി ഞാനിവിടെ എടുത്തു പറയട്ടെ. കുറെ കാണാനിടയായിട്ടുണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് ഏറെക്കുറെ പറയാവുന്നവരെ മനസ്സിലാക്കാൻ എല്ലാ സഭകളിൽ നിന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള അതായത് ഇന്ന് ഞാൻ കത്തോലിക്ക സഭയിലാണ്, മറ്റ് അവരുമായിട്ടോ ഒന്നും യാതൊരു സഹകരണത്തിലും പോകുന്നില്ല. പക്ഷേ ഞാൻ അവരെ മാറ്റി നിർത്തി ചിന്തിക്കുന്നില്ല. അവർ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ക്രിസ്ത്യാനികളായി കരുതണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിട്ടുള്ളത് ശിരസ ഏറ്റുവാങ്ങി, അതായത് ബുദ്ധിപൂർവ്വം തലച്ചോറ് കൊണ്ടും ചിന്തിച്ചും ഏറ്റുവാങ്ങി ഞാനത് അപ്രകാരം തന്നെ പോവുകയാണ് എന്നെടുത്ത് പറയട്ടെ. അവരെ ഞാൻ ദൂഷിച്ച് പറയാൻ ഞാൻ ആരുമല്ല. ഞാൻ എൻ്റെ ഉള്ളിലെ തിന്മയൊക്കെ ഓർത്ത് അനുദപിക്കേണ്ടവനാണല്ലോ.
അന്നും വളരെ കാറിൻ്റെ കാര്യം നടന്ന കാലത്ത് അന്നും വളരെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കത്തോലിക്ക വൈദികനെ മാർപ്പാപ്പായുടെ കാറുകാര്യം ധരിപ്പിച്ച് പോപ്പിനൊരു കത്തെഴുതിയാലോ എന്ന് എൻ്റെ ആവേശത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ശാന്തനായി നൽകിയ ഉത്തരം ഞാൻ ഓർമ്മിക്കുന്നു. എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ്. കത്തെഴുതാം, അയക്കാം, പക്ഷേ ആര് ശ്രദ്ധിക്കാൻ, ആര് കാണാൻ? അദ്ദേഹം എന്നോട് ചോദിച്ചതാ. ഇത്രയേ ഉള്ളൂ. കത്തിലെ വിവരം മാർപ്പാപ്പ എങ്ങനെ അറിയാൻ അദ്ദേഹം എന്നോട് ചോദിച്ചു. ഈ പറഞ്ഞ പ്രസ്തുത വൈദികൻ ഒരു കപ്യൂച്ചൻ ആശ്രമ അംഗമാണ്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് അതിൻ്റേതായ പക്വതയിൽ ഇരിക്കട്ടെ. ധ്യാനഗുരുവാണ്. ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായേക്കും. ഈ പറഞ്ഞ വസ്തുത അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഈ അടുത്ത കാലത്ത് ലോകത്ത് ഈ ചാനലിലൂടെയൊക്കെ ലോകമെങ്ങും കേൾക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ദൈവം ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹവും സഹകരിക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പറഞ്ഞ പ്രസ്തുത വൈദികൻ ഒരു കപ്യൂച്ചൻ ആശ്രമാംഗമാണ്, ധ്യാനഗുരുവാണ്. വെറും 2-3 ജോഡി വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്നും ഏറെക്കുറെ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ 1-2 വളരെ പഴക്കം ചെന്നതായിരുന്നു, എനിക്ക് നേരിട്ടറിയാം. എങ്കിലും ആ മുഖത്ത് ക്രിസ്തുവിലുള്ള സമാധാനത്തിൻ്റെ ശാന്തതയും വിശുദ്ധിയുടെ തിളക്കവുമുള്ളത് എൻ്റെ ഓർമ്മയിലുണ്ട്. വളരെ വിശുദ്ധിയിലും എളിമയിലും ജീവിക്കുന്ന ചില വൈദികരെയും കന്യാസ്ത്രീ വിഭാഗത്തിൽപ്പെട്ട സമർപ്പിതരെയും സന്യസ്തരെയും അങ്ങനെയുള്ള സഹോദരിമാരെയും വിശുദ്ധരായ സാധാരണ ആളുകളെയും കേരള കത്തോലിക്ക സഭയിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ സഭകളിലും ഉണ്ടെന്ന് പറയാം. കത്തോലിക്ക സഭയുടെ ആ വിശുദ്ധിയുടെ ത്രെഡ് പൊട്ടാതെ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സത്യാവസ്ഥ എന്തെന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്താണെങ്കിലും വിശകലനം ചെയ്ത് നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റും. AD 312 കോൺസ്റ്റന്റൈൻ്റെ പാശ്ചാത്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്ന നിലയിൽ ഏതായാലും സത്യാവസ്ഥ എന്തെന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നത് ഒരിക്കലും തെറ്റാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തെറ്റിൽ പെടാതെ ജീവിക്കാനത് നല്ലതുമാണ്. AD 312 കോൺസ്റ്റന്റൈൻ്റെ പാശ്ചാത്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്ന നിലയിൽ ക്രിസ്തീയരുടെ ചരിത്രം മാറ്റി എഴുതിയ വിളംബരം ക്രിസ്തുമതം പ്രവർത്തിച്ചു തുടങ്ങിയത്. പ്രത്യക്ഷത്തിൽ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ കോൺസ്റ്റന്റൈൻ യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്നത് മരണാസന്നനായപ്പോൾ മാത്രമാണ്. 337 AD അദ്ദേഹത്തിന് ജ്ഞാനസ്നാന ശുശ്രൂഷ നടത്തിയ ആര്യൻ മെത്രാനായ യവൂസേബിയനായിരുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ആര്യൻ ഭാഷാണ്ഡതയ്ക്കെതിരായിട്ടായിരുന്നു ചക്രവർത്തി നിക്കാസ്യൂനോദോസ് വിളിച്ചു കൂട്ടിയത് 325. 264 മാർപ്പാപ്പമാർ എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ നിന്നുള്ള ചില വായനകൾ ഞാൻ വായിക്കുന്നുണ്ട്. ആ പുസ്തകം കത്തോലിക്ക സഭയുടെ ബിനു പബ്ലിക്കേഷൻസ് അന്ന് 23 ജോൺ പോൾ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് മാർപ്പാപ്പമാരെ പറ്റി എഴുതിയ എല്ലാ മാർപ്പാപ്പമാരെ പറ്റി അങ്ങ് എഴുതി. ആ പാപപ്രവൃത്തിയിൽ മുഴുകി കിടന്നിരുന്ന ആ അജ്ഞരും പാവികളുമായിരുന്ന അവരെ പറ്റി എഴുതാൻ മടിച്ചിട്ടില്ല. അതിനെയാണ് ഇരുണ്ട നൂറ്റാണ്ട്. സഭയുടേതല്ല, അന്നത്തെ അവരെപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തായാലും കോൺസ്റ്റന്റൈൻ്റെ പിൻഗാമികളാണ് ഇന്നും റോമൻ കത്തോലിക്ക സഭയെ നയിച്ചു കൊണ്ടുപോകുന്നതെന്ന് ചില കാലത്തും ചിലരിൽ നിന്നും വത്തിക്കാൻ്റെ അന്നുണ്ടാകുന്ന മാറ്റങ്ങളും രീതികളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഇത് യഥാർത്ഥ ക്രൈസ്തവികതയ്ക്ക് ചേർന്നതല്ല. മാറ്റം വരേണ്ടത് തലപ്പത്ത് മുതൽ താഴെ വരെയാണ്, താഴെ മുതൽ തലപ്പത്ത് വരെയുമാണ് എന്ന് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പറയേണ്ട. മാറ്റേണ്ട പിടിവാശികളെല്ലാം ഉപേക്ഷിക്കണം. തെറ്റുപറ്റിയ ദൈവശാസ്ത്രങ്ങളെ മാറ്റി ഇന്ന് അതിനെയൊക്കെ സമ്മതിക്കുന്നവരുണ്ടല്ലോ ഈ വിശുദ്ധ സഭയിൽ. ഞാൻ തന്നെ എളിയവനായി ഞാൻ ഇന്നപോലെ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ച് ശരിയാണ്, ഈ മനുഷ്യൻ പറയുന്നത് അൽമായനാണെങ്കിലും ഇതിൻ്റെ ഔദ്യോഗികമായ തീട്ടൂരങ്ങളൊന്നും ദൈവശാസ്ത്രങ്ങളിൽ ഇല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അഭിനന്ദനാർഹമാണെന്നൊക്കെ പറയുന്ന വളരെ വിശുദ്ധിയോടെ ഇതിനെയൊക്കെ കാണുന്ന ആളുകൾ സഭയിലുണ്ടെന്ന് ഓർക്കുക. സഭയിലുണ്ട് പിടിവാശിയുള്ളവർ അനേകരും കൂടുതലാണെന്നും ഉണ്ട്. ഓക്കെ, സഭയുടെ ചരിത്രത്തിൽ ഇരുണ്ട യുഗമെന്ന് വിശേഷിക്കപ്പെടുന്ന കാലഘട്ടമുണ്ട്. അധാർമികത കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റവും അപമാനിച്ചവർ ആ ഉള്ളവരായിരുന്നു. ഇപ്പോൾ 265 മാർപ്പാപ്പ ഭരണം നടത്തുന്ന കാലമാണല്ലോ കത്തോലിക്ക സഭയുടേത്.
മാർപ്പാപ്പാമാരെ പറ്റി 264 മാർപ്പാപ്പാമാർ എന്നൊരു പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇവിടെ കുറിക്കുന്നത് സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി ഇനിയെങ്കിലും, പാരമ്പര്യം എന്നുള്ള ഈ ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇവിടെ കുറിക്കുന്നത് സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി. എല്ലാം കൂടെ കൂട്ടിച്ചേർത്തങ്ങനെ പാരമ്പര്യം പറയരുത്. 2 നൂറ്റാണ്ടിന് ഉണ്ടാക്കിയവർ സഭയുടെ അംഗങ്ങളായിരുന്നെങ്കിലും അവർ തെറ്റ് ചെയ്തവരാണ് എന്ന് പറയേണ്ട ബാധ്യത കൂടി ഉണ്ടെന്നേ. പാരമ്പര്യത്തിൽ ഇനിയെങ്കിലും നമ്മൾ വീമ്പിളക്കാതെ മാറ്റം ചെയ്യേണ്ടത് ചെയ്ത്, തിരുത്തേണ്ടത് തിരുത്തി, ആദ്യകാല ക്രൈസ്തവികതയിലേക്ക്, ഒരു നവീകരണത്തിലേക്ക് ഉയരണം എന്നുള്ള താല്പര്യത്തിലാണ് ഞാനിത് എഴുതുന്നത്. കാരണം ലോക ജനസംഖ്യയിൽ 1/6 കത്തോലിക്ക സഭക്കാരാണ്. 2009 പബ്ലിഷ് ചെയ്തതാണിത്. ഇന്ന് അതിൽ കൂടുതൽ ഉണ്ടാകുമല്ലോ. അവരിൽ ഭൂരിപക്ഷവും ക്രിസ്തുവിനെ അറിയാത്തവരായി തകർന്നവരാണെന്നുള്ള സത്യമാണ്. ക്രിസ്തുവിൽ ജീവിക്കാത്തവരാണ്, നാമധേയ ക്രിസ്ത്യാനികളാണെന്നും പറയേണ്ടിയിരിക്കുന്നു സാന്ദർഭികമായി. യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമുള്ള ക്രൈസ്തവരെന്ന് പറയുന്നവരുടെ ജീവിതം നമ്മുടെ നാട്ടിലും മറ്റൊരു തരത്തിൽ പകർത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു, ഇങ്ങ് കേരളത്തിലും. എങ്കിലും ഞാൻ പറയട്ടെ, കത്തോലിക്കാ സഭയുടെ ഈ ഭൂമിയിലെ ആരംഭം മുതൽ ദൈവിക പരിപാലനയിൽ വിശുദ്ധിയുടെ ചങ്ങല പൊട്ടിപ്പോകാത്ത വിധം എക്കാലത്തും വളരെ കുറവെങ്കിലും വിശുദ്ധരായ കുറച്ചു മനുഷ്യർ ഈ സഭാവിഭാഗത്തിലുണ്ട്, കത്തോലിക്കാ സഭയിലുണ്ട്. അത് ഇന്നും തുടരുന്നു. വിശുദ്ധരായ കുറച്ച് ആളുകളുണ്ട്, അതിൽ അതിവിശുദ്ധരായവരും ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓർക്കുക, മദർ തെരേസയെ പോലെയുള്ളവരൊക്കെ ഓർക്കുക, പലരുമുണ്ട്. ഇന്നും അത് തുടരുന്നു. നേതൃത്വത്തിൽ സംഭവിക്കുന്ന പല പാളിച്ചകളെയും അവർ സഹിക്കുന്നു. അടിച്ചേൽപ്പിക്കുന്ന ഭക്തിമാർഗങ്ങളും തെറ്റായ വ്യാഖ്യാനത്തിലുണ്ടാകുന്ന അബദ്ധങ്ങളെയും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകി സഭയുടെ കെട്ടുറപ്പിന് ഹാനി വരുത്താതെ അവർ സേവനം ചെയ്യുകയാണ് നിശബ്ദരായി. ചില അഭിവന്യ പിതാക്കന്മാരുടെ പേരുകൾ എടുത്തു പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും അതൊരു ചിലപ്പോൾ ഒരു അവിവേകമായി പലരും കരുതിയേക്കാം. ഞാനതുകൊണ്ട് പറയുന്നില്ല. ഒരാളെ താഴ്ത്തുകയോ ഒരാളെ ഉയർത്തുകാനല്ല ഇതൊക്കെ ഞാൻ പറയുന്നു, അത്രമാത്രം. ഓക്കെ, ഇന്നത്തെ സാഹചര്യം ഇത് പുസ്തകത്തിൽ എഴുതിയതല്ല, ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹാനി വരുത്താതെ അവർ സേവനം ചെയ്യുകയാണ്. ഈ കെട്ടുറപ്പില്ലെങ്കിൽ ഇന്നുള്ള സമൂഹത്തിൽ ഒന്നും തന്നെ ചെയ്യുക സാധ്യമല്ലെന്നുള്ള ബോധ്യം അവരെ അനുസരണമുള്ളവരായി നിർത്തുന്നു. അതെ, ഈ വിശുദ്ധരായ ആളുകൾക്കറിയാം, ഇങ്ങനെ ഒരു കെട്ടുറപ്പിന് എന്തെങ്കിലും പാളിച്ച വന്നാൽ നന്മ ചെയ്യാനുള്ള അവസരം നല്ലവർക്കൂടെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിന്. അതുകൊണ്ട് തിരുത്തേണ്ടവരും ഉള്ളിലിത് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ചെയ്യേണ്ടവർ മാനസാന്തരപ്പെട്ട് ആദിമസഭയുടെ രീതിയിലേക്ക് മാറ്റുവാൻ വേണ്ടി ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ എല്ലാവരും, അതായത് അങ്ങ് തലപ്പത്തിരിക്കുന്നവർ മുതൽ ഇങ്ങ് വരെയുള്ള വിശ്വാസികളെന്ന് പറയുന്നവർ ഒരു പൊതുജനനാനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്നവർ വിശുദ്ധർ നിശബ്ദരാകുമ്പോൾ അവരിൽ കൂടെ വെളിപ്പെടേണ്ടതായ വിശുദ്ധമായ പ്രവാചക ശക്തി വെളിപ്പെടാതെ പോകുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ദാവീദിൻ്റെ മുമ്പിൽ നിന്ന് നാഥാൻ പ്രവാചകനിൽ ജ്വലിച്ച പരിശുദ്ധാത്മശക്തിക്ക് മാറ്റമില്ലെന്നുള്ളതിന് ഇക്കാലത്ത് ഇവർ സാക്ഷികളായിരിക്കേണ്ടതില്ലേ? നിശബ്ദരായി മറ്റുള്ളവർ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ മതിയോ? ചോദിക്കണ്ടായേ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പലരും ചിന്തിക്കുന്നുണ്ട്, അനേകരും ചിന്തിക്കുന്നുണ്ട്, സഭയെ സ്നേഹിക്കുന്നവർ പലരും. അത് സംഭവിച്ചാൽ മാറ്റത്തിൻ്റെ വിശുദ്ധ കാഹളധ്വനി ഭൂമുഖം ആകത്തുടങ്ങും. മാറ്റത്തിന് വേണ്ടി പറയേണ്ടവർ പറഞ്ഞ് തിരുത്തേണ്ടവരെ തിരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ ആ മാറ്റത്തിൻ്റെ വിശുദ്ധ കാഹളധ്വനി ഭൂമുഖമാകെ മുഴങ്ങിത്തുടങ്ങും. ഭൂമുഖം ക്രൈസ്തവിക സ്നേഹത്തിൻ്റെ ഒരു പുതിയ മുഖം കാണും. കത്തോലിക്കർ യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തിലായി തീർന്നാൽ ഇന്നുള്ള മറ്റ് സഭാപ്രസ്ഥാനങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ലോകത്തിൽ ക്രൈസ്തവ ചൈതന്യം എന്തെന്നുള്ളതിന് ക്രിസ്ത്യാനികൾ സാക്ഷിയാകുകയും ചെയ്യുമെന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. പലർക്കും വിഷമം തോന്നാവുന്ന പഴയ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ കുറച്ചു മാത്രം കുറിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ചീഞ്ഞു നാറിയ ഒരു ചരിത്രത്തിൻ്റെ പാരമ്പര്യം വിട്ട് വിശുദ്ധരായ, അതായത് 2 നൂറ്റാണ്ടിലെ
ഇതും കൂടെ പാരമ്പര്യമായിട്ട് പറഞ്ഞു നടക്കാതെ അത് സഭയ്ക്ക് പറ്റിയതല്ല. അന്നത്തെ പാപികളായിരുന്നവരിലൂടെ സഭയ്ക്ക് അവരെ എഴുതിച്ച് അവരിലൂടെ ഉണ്ടായ ഒരു കളങ്കത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമാണ്. അത് സഭയുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി മാറേണ്ടതുണ്ട്. അങ്ങനെയുള്ള പാരമ്പര്യം ആ ചീഞ്ഞ് നാരിതോടെ കൂട്ടിയ ഒരു പാരമ്പര്യം എടുത്ത് പൊക്കി പിടിക്കുകയും ചെയ്യരുത്. ആ കാലഘട്ടത്തിലുള്ള ചില പാരമ്പര്യത്തെയും ഇവിടെ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. പോട്ടെ, വിശുദ്ധരായിരുന്ന ഒരു അങ്ങനെയുള്ള തെറ്റായ പാരമ്പര്യം വിട്ട് വിശുദ്ധരായിരുന്ന അപ്പസ്തോലന്മാരുടെ മാതൃക സ്വീകരിക്കാൻ ഇനിയും കാലം വൈകിട്ടില്ലെന്നുള്ള വിശ്വാസത്താലാണ് ഞാനിതൊക്കെ പറയുന്നത്. വരാനിരിക്കുന്ന തലമുറകളോടെങ്കിലും ക്രിസ്തുവിൻ്റെ കരുണ കാട്ടുവാൻ പാപത്തിൻ്റെ പാരമ്പര്യത്തെ നമ്മൾ നീക്കിക്കളയണം. വിശുദ്ധിയുടെ പാരമ്പര്യത്തോട് ചേർന്ന് സഭ നവീകരണത്തിൻ്റെ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണല്ലോ. അതനുസരിച്ച് മാറ്റേണ്ടത് മാറ്റി പുതുമയിൽ നമുക്ക് പോകാം. വിശ്വാസികൾ എന്ത് ചിന്തിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല. കാരണം ദൈവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് പരിശുദ്ധിയുടെ വഴിയിൽ എല്ലാം നല്ലതാകുകയുള്ളൂ, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ വാക്കുകൾ ഓർക്കുക. ഞാനിവിടെ ചരിത്ര സത്യം തുറന്നെഴുതുന്നത് യഥാർത്ഥ ആധ്യാത്മികത ക്രൈസ്തവ കോളത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കത്തോലിക്കാ സഭ വീണ്ടും നവീകരണ അനുഭവത്തിൽ ആദിമസഭയോട് ചേർന്ന് പോകുന്നതിന് വേണ്ടിയാണ്. ആർക്കെങ്കിലും പരിഭവം തോന്നുന്നുവെങ്കിൽ സദയം ഇതൊക്കെ പറന്ന് കളയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാതെ അവരോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ എൻ്റെ ഉദ്ദേശശുദ്ധി എന്നെ അനുവദിക്കുന്നില്ലെന്ന് മാത്രം പറയട്ടെ. ഈ വക കാര്യങ്ങളിൽ ഇവിടെ ചേർക്കുന്നത് എൻ്റെ സ്വന്തം കണ്ടെത്തലല്ല. JD തോട്ടാൻ അന്നത് വൈദികനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുൻ കത്തോലിക്ക വൈദികനും ധ്യാനഗുരുവുമായിരുന്നു. അതൊക്കെ വിട്ട് അദ്ദേഹം പോയി. അതിന് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. ദൈവത്തിനു മുമ്പിൽ ഉത്തരം പറയേണ്ടത് ആ വ്യക്തിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ സഭയിൽ നിന്ന് എന്തെങ്കിലും ഒരു വൈദികൻ എന്തെങ്കിലും കാണിച്ചു പോയി എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ട. നമ്മളെപ്പറ്റി ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ വീണു പോകുന്നവർ ഉത്തരം ദൈവത്തിൻ്റെ മുമ്പിൽ ബോധിപ്പിച്ചോളും. അവരുടെ സംശുദ്ധിക്കായി അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് യഥാർത്ഥ വിശ്വാസി എന്നോർക്കുക. എന്നാൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവത്വം ഉണ്ടാകണം, പ്രവാചകൻ്റെ ശബ്ദം ഉണ്ടാകണം. അതിൽ നിന്ന് ആരും പിന്നോട്ട് വരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തുതി. JD തോട്ടിൽ മുൻ കത്തോലിക്ക വൈദികനും ധ്യാനഗുരു എഴുതി ബിനു പബ്ലിക്കേഷൻസ് കോട്ടയം പ്രസിദ്ധീകരിച്ച 264 മാർപ്പാപ്പ പറഞ്ഞ മലയാള പുസ്തകത്തിൽ നിന്നാണ് ചരിത്രത്തിൽ യാഥാർത്ഥ്യങ്ങൾ ചിലത് കുറിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശേഷ്യ കത്തോലിക്ക സഭയുടെ ചരിത്രം മാർപ്പാപ്പമാരുടെ ചരിത്രമാണെന്ന് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി സഹായപത്രാൻ എറണാകുളം അതിരൂപത എഴുതിയിട്ടുണ്ട്. 1979. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശേഷ്യ കത്തോലിക്ക സഭയുടെ ചരിത്രം പാപ്പാമാരുടെ ചരിത്രമാണെന്ന് എഴുതരുത്. പാപ്പാമാരുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരുന്നവർ ഒത്തിരി തിന്മ ചെയ്തവരുണ്ട്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ക്രൈസ്തവ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് നമ്മൾ ചരിത്രമായി എടുക്കേണ്ടതെന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ ദൈവമഹത്വത്തിനായിട്ട് മാത്രം. ഡോക്ടർ ആൻ്റണി പടിയറ അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു. പിന്നീട് കാർഡിനലായി. ഡോക്ടർ ആൻ്റണി പടിയറ അനുഗ്രഹവും ആശംസയും നൽകി. ഡോക്ടർ മങ്കുഴിക്കരി അവതാരിക എഴുതിയ മേൽപ്പറഞ്ഞ 264 മാർപ്പാപ്പ എന്ന പുസ്തകത്തിന് ആസ്വാദനം എഴുതിയിട്ടുള്ളത് ഡോക്ടർ കൂടപ്പഴ തന്നെയാണ്. ദൈവശാസ്ത്ര പണ്ഡിതനും കത്തോലിക്ക സഭയിലെ പ്രശസ്ത വൈദികനുമാണ് അദ്ദേഹം. എപ്പോഴും അദ്ദേഹമുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം ഒരു സന്യാസാശ്രമം സ്ഥാപിച്ച് അവിടെയാണ് ഇപ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് വായിക്കുന്നത് ക്രൈസ്തവ നേതാക്കന്മാരും വിശ്വാസികളും പ്രത്യേകിച്ച് കത്തോലിക്ക സഭ മേധാവികളും എല്ലാവരും വിശ്വാസികളും ബോധ്യപ്പെടേണ്ടതല്ലേ? സുവിശേഷത്തിന് വിരോധമായ രീതിയിലുള്ള പ്രവൃത്തികളും പഠനങ്ങളും പഠിപ്പീരുകളും ശപിക്കപ്പെടേണ്ടതാണെന്നുള്ള പൗലോസിൻ്റെ ആ വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ നിന്നും വെളിവാകുന്ന സത്യമല്ലേ? അങ്ങനെയെങ്കിൽ ശാപത്തിന് വിധേയപ്പെട്ട ഒരു പൈതൃകത്തെ നമ്മൾ എടുത്തു കാട്ടേണ്ടതുണ്ടോ? അപ്രകാരമുള്ള പൈതൃകമല്ല, വിശുദ്ധിയുടെ പൈതൃകത്തെ പറ്റി പറയുക. സംഭവിച്ചു, ഇനിയും പുതുക്കപ്പെട്ട അവസ്ഥയിൽ മുന്നേറാമെന്ന് സഭയുടെ
മക്കൾക്ക് ബോധ്യം കൊടുക്കുന്ന പ്രവർത്തികൾ ഇനിയെങ്കിലും ചെയ്യണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, പൂർണ്ണമായും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കാലതാമസം വരുത്തരുത്. അണികൾ ഇളകുകയില്ല. കാരണം പരിശുദ്ധാത്മാവിലായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നത്. അണികൾ ഇളകുകയില്ല. സത്യമാണത്, തീർച്ചയാണത്, 100% തീർച്ചയാണ്. കാരണം സഭയെ നടത്തുന്ന പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് 23 യോഹന്നാൻ മാർപ്പാപ്പ എന്ന വിശുദ്ധനായ ആ മാർപ്പാപ്പായുടെ കാലത്ത് അത് ആരംഭിച്ചത്. 6-ാം പോൾ മാർപ്പാപ്പ 65-ൽ അത് പൂർത്തിയാക്കി സഭയ്ക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ എന്തു പറ്റുമെന്നുള്ളത് ചുമ്മാ ഒരു ഉപായം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണെന്ന് ഞാൻ വ്യക്തിപരമായി പറയും. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല. അതുകൊണ്ട് അത് മാറ്റണമെന്ന് അധികാരികളുടെ മുമ്പിൽ, അതിൻ്റെ ചുമതലപ്പെട്ടവരുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. നമുക്ക് മാറ്റേണ്ടത് മാറ്റി, തിരുത്തേണ്ടത് തിരുത്തി പോയാൽ എത്രമാത്രം അഭിമാനമായിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനൊരു കത്തോലിക്കാ സഭയുടെ അംഗമാണ് എന്ന് പറയുന്ന ഒരു അഭിമാനം മുഹൂർത്തമുണ്ടാക്കാൻ തടസ്സം നിൽക്കരുതേ ആരും എന്ന് യാചിക്കട്ടെ. വചനത്താൽ വെളിവാകുന്ന സത്യം അങ്ങനെയെങ്കിൽ ശാപത്തിന് വിധേയപ്പെട്ട ഈ പൈതൃകം നമ്മൾ പേരണമോ? അങ്ങനെ ഉള്ളതല്ലേ എന്ന് കത്തോലിക്കാ സഭയ്ക്ക് അങ്ങനെ ഉള്ളതല്ലേ കത്തോലിക്കാ സഭയെന്ന് ചോദിച്ചാൽ ആരുത്തരം കൊടുക്കും? ഭൗതിക സമ്പത്തിന് മുഖ്യസ്ഥാനം നൽകി സ്നേഹം നഷ്ടമാക്കിയാൽ എങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളാകും? വീണ്ടും ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടി എഴുതുന്നത്, ആ വാക്യം എനിക്ക് കൂടുതൽ ആത്മബലം നൽകുന്നതിനാണ്. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാകുമായിരുന്നില്ല. ഗലാത്തി 1:10. മനുഷ്യപ്രീതി ലക്ഷ്യമാക്കുന്നെങ്കിൽ ഇപ്രകാരം ഒരു പുസ്തകരചന സാധ്യമല്ലാതെ വരും. ഞാൻ ദൈവപ്രീതി കാക്ഷിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ബോധ്യപ്പെട്ട് ഞാൻ എഴുതിയത് നന്മയ്ക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ പുസ്തകം എന്നെക്കൊണ്ട് എഴുതിച്ചതും അവിടുത്തെ കരങ്ങൾ ഞാനൊരു ഉപകരണമായിരുന്നുള്ളെന്നും ഇപ്പോൾ ഇത് വായിക്കുന്നതും അവിടുത്തെ നടത്തിപ്പിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. റോമൻ സഭയുടെ പൈതൃകത്തെപ്പറ്റി ഇവിടെ എഴുതുന്നത് ആരെയും അപമാനിക്കാനല്ലെന്ന് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. റോമൻ സഭയെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിലുള്ളതിനെ, ആ കാലത്തിലുള്ള തിന്മയുടെ ശക്തി കോൺസ്റ്റന്റൈൻ കാലത്തെ ആ റോമൻ ചക്രവർത്തി നിന്നും ഉരുണ്ടുരുണ്ട് അതിൻ്റെ പാപാവസ്ഥ, അതിൻ്റെ മഹാമ്ലേച്ഛതയിലേക്ക് ഉയർന്ന കാലഘട്ടത്തെയാണ് ഇരുണ്ട നൂറ്റാണ്ടെന്ന് പറയുന്നത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് കത്തോലിക്കാ സഭ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ആരെയും ചെളിയേറിയാനല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് അന്ന് സംഭവിച്ചതാണ്. അത് മറന്ന് ദൈവസന്നിധിയിൽ ഓരോ വ്യക്തിക്കും വ്യാപരിക്കാമല്ലോ എന്നുള്ള സതുദ്ദേശവും എനിക്കുണ്ട്. ദൈവത്തിന് സ്തുതി. റോമൻ സഭയുടെ അക്കാലത്തെ പൈതൃകത്തെപ്പറ്റി ഇവിടെ എഴുതുന്നത് ആരെയും അപമാനിക്കാനെന്ന് അല്ലെന്ന് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കത്തോലിക്കാ സഭ തന്നെ അംഗീകരിച്ച് പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ സഭയുടെ ഉന്നതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വെറും വിശ്വാസികളായവർ പലതും അറിയാത്തതുകൊണ്ടും അറിഞ്ഞില്ലെങ്കിൽ അതൊക്കെ എന്ത് എന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയുന്നതുകൊണ്ടും അവിടെ കാപട്യത്തിൻ്റെ മുഖം മറിച്ച് അധികാര സ്ഥാനങ്ങളിലുള്ള ചിലരെങ്കിലും സത്യക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു വഴി അടച്ചു കളഞ്ഞതിനുള്ള ദുഃഖം വിശുദ്ധരായ ചില ക്രൈസ്തവർക്കെങ്കിലും ഇന്നും ഉണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പുസ്തകരചനയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് എന്തവകാശം? എന്നാൽ ഞാൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന സഭയെ സംബന്ധിച്ചാണ്. ക്രിസ്തുവിൻ്റെ സഭയ്ക്കൊന്നും വരികയില്ല. ആ പേര് പറഞ്ഞ് നടത്തുന്ന ചില നടത്തിപ്പുണ്ട്, അതൊന്നും മാറ്റണം. സത്യം പറയുന്നത് തെറ്റാവുകയില്ലല്ലോ. ഞങ്ങൾ യഥാർത്ഥ ക്രൈസ്തവരാണെന്നും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണെന്നും ഊറ്റം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെ വിശ്വാസികൾ ചോദ്യം ചെയ്യാതെ കണ്ണടച്ച് അംഗീകരിച്ചു പോകുന്നതുമാണ് ക്രൈസ്തവികതയ്ക്ക് വന്ന തകർച്ച എന്നുള്ളത് നേര് മാത്രം ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല. വിശ്വാസികളെ കണ്ണു അടച്ച് മിണ്ടാതിരുന്നു. അത് അന്നന്ന് പറഞ്ഞ് തിരുത്താനൊക്കെ തയ്യാറായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ചൈതന്യം നിറയുമായിരുന്നു. വിശ്വാസികളിലും വേണം ഈ ചൈതന്യം, തീർച്ചയാണ്. ഇങ്ങനെ അന്ന് ചോദ്യം ചെയ്താലും തെറ്റിദ്ധരുത്താൻ സഭാ നേതൃത്വങ്ങൾ തയ്യാറാകാത്ത കാലമുണ്ടായിരുന്നു. ഇന്നും പല കാര്യങ്ങളിലും ചിലതിൽ തയ്യാറല്ലാത്ത കാലമുണ്ട് എന്ന് ഞാൻ പറയും. ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടി വരും.
അവർ ക്രിസ്തുവിൻ്റെ ആളുകളല്ലെന്നുള്ള സത്യം നാം ഉള്ളത്തിൽ സൂക്ഷിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. അടിമത്തത്തിൽ നിന്നും നമ്മൾ ബോധിതരാകുക. ക്രിസ്ത്യാനികളിലൂടെ മാനവ സമൂഹത്തിന് പല ഭൗതിക നേട്ടങ്ങളും നന്മകളും ലഭ്യമായിട്ടുണ്ട്. ആഗോളതലത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവനത്തിലും കത്തോലിക്കാ സഭ ചെയ്തിരിക്കുന്ന ശ്ലാഘനീയമായ അനേക പ്രവൃത്തികളുണ്ട്. അതിനാൽ ലോകത്തിന് തന്നെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ ഉപദേശങ്ങളെ മറന്നുള്ള നന്മ പ്രവൃത്തികൾ ക്രൈസ്തവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന തിന്മകളെ മറിച്ച് ഭൂമിയിൽ സൽപ്പേരുണ്ടാക്കുന്നതിനേ ഉതകുകയുള്ളൂ എന്ന അവസ്ഥ ഇന്ന് കുറേ അധികമില്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സ്വാർത്ഥത വെടിയാതെ യേശുക്രിസ്തുവിന് സാക്ഷികളാകുവാൻ ഇന്നുള്ള ക്രൈസ്തവ മതപ്രസ്ഥാനം എന്നാണ് പറഞ്ഞത് കേട്ടോ. പല സഭകളുണ്ട്. എല്ലാ സഭകളെയും ഉദ്ദേശിച്ചായി പറയുന്നത്. ക്രൈസ്തവ മതപ്രസ്ഥാനത്തിനും കഴിയില്ലെന്നുള്ളത് യാഥാർത്ഥ്യം. ക്രിസ്തു മതമല്ല, യേശു സ്ഥാപിച്ചത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ് എന്നുള്ളത് എടുത്തു പറയട്ടെ. ആത്മാവിനുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകി കച്ചവട വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താതിരിക്കുന്നിടത്തോളം കാലം ഇന്നുള്ള ക്രൈസ്തവ സഭകളിൽ ഭൂരിപക്ഷവും അവരുടെ സഭകളും ക്രിസ്തുവിലുള്ളതാണെന്ന് പൂർണ്ണമായി പറയുക ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ രീതികൾ കണ്ട് അക്രൈസ്തവരെന്ന് ക്രൈസ്തവർ ഇൻവേർട്ടഡ് കോമയില പറയുന്ന ആളുകൾ ക്രിസ്തു ചൈതന്യം എന്തെന്ന് മനസ്സിലാക്കാൻ പോലും താല്പര്യമില്ലാത്തവരായി തീർന്നിരിക്കുന്നതിൽ അങ്ങനെയുള്ളവരെ എന്തിനു കുറ്റപ്പെടുത്തണം? ഈ വക രീതികൾക്ക് മാറ്റം വരേണ്ടതുണ്ടെന്നുള്ള വിശ്വാസമാണ് ക്രിസ്തുമതവും ക്രൈസ്തവികതയും എന്ന വിഷയത്തെപ്പറ്റി ഈ പുസ്തകരചനയിൽ ചില സത്യങ്ങൾ കുറേയൊക്കെ തുറന്നെഴുതുവാൻ പ്രേരകമായത്. ആ സത്യമാണ് എന്നെ ധൈര്യപ്പെടുത്തിയതും. ക്രിസ്തുമതവും ക്രൈസ്തവികതയും എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ടൈറ്റില്. യഥാർത്ഥ ക്രൈസ്തവ സഭയെ മതവൽക്കരിച്ച കോൺസ്റ്റന്റീൻ സ്ഥാപിച്ചതാണ് ഇന്നുള്ള റോമൻ കത്തോലിക്ക മതമെന്നുള്ളത് പലർക്കും അറിവുള്ള കാര്യമാണ്. ഇതൊരു മതമാണെന്ന് സഭ തന്നെ വിളിച്ചു പറയുകയാണ് പലപ്പോഴും. അല്ല, അത് ആദിമസഭയുടെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് യഥാർത്ഥ സഭയുടെ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് എല്ലാം ചെയ്യുക സാധ്യമല്ല. എന്നാൽ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതിനായി ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കത്തോലിക്ക സഭാംഗമായതുകൊണ്ട് അഭിമാനത്തോടെ പറയുകയാണ്, മാറ്റം വരികയാണ്. പ്രത്യാശിക്കാം. തീർച്ചയായും ഒരുപക്ഷെ 76 വയസ്സുകാരൻ ആ മാറ്റങ്ങളെല്ലാം കാണുകയില്ലെങ്കിൽ പോലും അനധിവിദൂരമായ ഭാവിയിൽ നമ്മുടെ സഭ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിലുള്ള സർവ്വജനത്തിൻ്റെയും ശ്രദ്ധ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് ഇത് പരിണമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് വേഗം വരണമേ, അത് ഈ ഭൂമിയിൽ വ്യാപരിക്കട്ടെ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നീ നിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്ന വിശുദ്ധരുടെ കൂട്ടായ്മ ഈ സഭയിൽ കൂടുതൽ വെളിപ്പെടുവാൻ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എത്രയും വേഗം ചിന്തിച്ച കാര്യങ്ങൾ നടപ്പാക്കുവാൻ അവിടുന്ന് കരം നീട്ടി അനുഗ്രഹിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ, തിന്മകളുടെ ശക്തികൾ മാറിപ്പോകട്ടെ. കർത്താവേ, നീ കരുണാമയനായിരിക്കുന്നതിനാൽ ആ കരുണയാൽ ഉണ്ടാകുന്ന അനുതാപത്തോടെ കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റ് ഏറ്റ് നിൻ്റെ തിരുമുമ്പിൽ പറഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കർത്താവേ, സഹായിക്കണമേ. അങ്ങ് വേഗം വരണമേ കർത്താവേ. എല്ലാ ഉള്ളങ്ങളിലും തെളിയത്തക്ക വിധത്തിൽ അങ്ങ് ഈ പരിവർത്തനം നടത്തി സഭയെ ഒന്ന് പുതുക്കി എടുക്കണമേ കർത്താവേ. അങ്ങയുടെ സഭയാണല്ലോ കർത്താവേ ഇത്. അതിലായിരിക്കാൻ എന്നെയും സഹായിച്ച കർത്താവേ, അങ്ങേക്ക് ഞാൻ സ്തുതി പാടുന്നു. യേശു ക്രിസ്തുവേ, രക്ഷകന്റെ ദാതനുമായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര, ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ തലവണങ്ങി എൻ്റെ ഈ ശുശ്രൂഷയെ തുടരുകയാണ്. കർത്താവെ, കനിയണമേ. യഥാർത്ഥ ക്രൈസ്തവ സഭയെ മതവൽക്കരിച്ച കോൺസ്റ്റന്റീൻ സ്ഥാപിച്ചതാണ് ഇന്നുള്ള റോമൻ കത്തോലിക്ക മതത്തിൽ കാണുന്ന പലതൊന്നും പലർക്കും അറിവുള്ള കാര്യമാണ്. എങ്കിലും ഈ മതത്തിലും 2000 വർഷങ്ങളായി യേശുക്രിസ്തുവിൽ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നവരും ഉണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. അവർ പൊതുവെ നിശബ്ദരായിരുന്ന് അനുസരിക്കാൻ മാത്രം പഠിച്ചിരുന്നവരായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ളവർ ഉണ്ട്. കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്രപരമായ പഠനം ഉന്നതമായിരുന്നെന്ന് പെന്തക്കോസ്ത സഭയിലെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വരെയുള്ളവർ ഏറെക്കുറെ അംഗീകരിക്കുന്നതാണ്. എന്നാൽ അതിൽ പറ്റിയ തെറ്റുകൾ ഏറ്റെടുത്ത് അവരും അങ്ങനെ പോവുകയാണ്. എന്നാൽ അത് തിരുത്തേണ്ടതാണെന്ന് പറയുന്നവരെ ഇന്നും കല്ലെറിയുന്ന
അത് സഭയുടെ നേതൃത്വങ്ങളിൽ പലരുമുണ്ട്. എന്നാൽ തെറ്റ് കണ്ട് അത് ശരിയായി അവരെ ബോധിപ്പിച്ചാൽ സ്വീകരിക്കാൻ കത്തോലിക്ക സഭ ഇന്നും തയ്യാറാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അഭിവന്ദ്യനായി തന്നെ കരുതുന്ന പിന്നെ ഡോക്ടർ പാമ്പളാനി, മാർ ജോസഫ് പാമ്പളാനി പിതാവിനെയാണ്. അഭിവന്ദ്യ പിതാവിനെ ഞാൻ അങ്ങനെ അംഗീകരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, സഭ ഇന്നും അതിശക്തമായി നിൽക്കുകയാണ്. ഞാൻ എഴുതിയ പുസ്തകങ്ങൾക്ക് അദ്ദേഹം അഭിവന്ദ്യ പിതാവ് ഒരു മുഖപക്ഷം, ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി ഒരു ബന്ധവുമില്ല. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം തലശ്ശേരിയിൽ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ വക ഇതിനോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് എന്നോട് എപ്പോഴും പറയുന്നത്. ഇന്നും ദൈവകൃപയാൽ ഫോണിലൊന്ന് സംസാരിക്കാൻ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. ഇന്ന് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പറയുകയും എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അന്നേരം തന്നെ ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ഞാനത് അറിയുന്നു. ഞാനത് മറച്ചു വെച്ചാൽ തെറ്റാണ്. ഇന്നും സഭയിൽ അങ്ങനെ ഉണ്ട്, സത്യം പറയുന്നവരെ സ്വീകരിക്കുന്നത്. ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ അതിന് കുറിപ്പെഴുതി തന്നു. അങ്ങനെ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് പറയുന്ന ചിലരുമുണ്ട്. എന്തിനാണ് പിതാവിന് അബദ്ധം പറ്റിക്കുന്നവർ അബദ്ധം പറ്റിയതാണ്, അദ്ദേഹം അബദ്ധത്തിൻ്റെ ആളാണ് എന്നൊക്കെ ചിത്രീകരിച്ചാൽ വലിയ തെറ്റാണത്. ഞാൻ അനുഭവിക്കുന്ന സത്യമായി പറയുന്നു. നിസാരനായ ഞാൻ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഔദ്യോഗികമായി ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണെന്ന് തെളിവുണ്ട് എന്ന് അദ്ദേഹം എഴുതി തന്നതാണ്. അതല്ലേ ഒരു വിശ്വാസിയെ പരിഗണിക്കുന്ന, ആത്മാവിലൂടെയാണെങ്കിലും സത്യം വന്നാൽ സഭ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ തിളക്കമല്ലേ ഈ കാണുന്നത്. വിശുദ്ധിയുടെ മഹാ വെളിച്ച പ്രകാശമല്ലേ അവിടെ സാക്ഷ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാനുള്ളത് എഴുതി പുസ്തകം കൊടുക്കും. അദ്ദേഹത്തിന് അവതരണക്കുറിപ്പ് എഴുതത്തില്ലാത്തതാണെങ്കിൽ അദ്ദേഹം എഴുതുകയില്ല, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം പറയാം, വ്യക്തിപരമായി ഒരു വ്യക്തിയെയും ഞാനൊന്നും പറയുകയല്ല. ആരുടെയും മുഖസ്തുതി പറഞ്ഞ് എന്തെങ്കിലും നേടണമെന്ന് ക്രിസ്തുവിലായിരിക്കുന്ന എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പണ്ടും ഞാൻ അങ്ങനെയാണ്, ഒരു മനുഷ്യരോട് പറയാനുള്ളത് തുറന്ന് പറയും. ഇപ്പോഴും പറയും, നല്ലതാണോ, മോശമാണോ. നിരീശ്വരവാദിയായിരുന്ന കാലത്ത് പോലും അതാ എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ആ സ്വഭാവം ഇന്ന് പുതുക്കി എടുത്ത് ആത്മചൈതന്യത്തിൽ മറ്റൊരു രൂപത്തിലാക്കിയിട്ടുണ്ട്. പിതാവിനോട് ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നതാണ് ഈ വാക്കുകളിലൂടെ. ഇപ്പോഴും അത് അതിൻ്റെ ആ നന്ദിയാണത്. ഓക്കെ. കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്രപരമായ പഠനം അതിനെപ്പറ്റി തിരുത്തി എഴുതി എങ്ങനെയെന്ന് എന്നോട് ക്ലാരിറ്റി ചോദിച്ചിട്ടാണ് കൊള്ളാം, ഞാനിതിന് ആശംസ എഴുതുന്നു, പ്രകാശ് വഴിക്ക് എഴുതി തന്നു. ഇതാ വീണ്ടും മോക്ഷകവചം വന്നു, മനുഷ്യൻ്റെ ആത്മാവ് നശിക്കുകയില്ല എന്നെഴുതി. ഇന്നലെയും ഒരാൾ ഇതിൽ ഏതോ ഒരു വാട്സാപ്പിൽ കണ്ടെന്ന് പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഏതാണ്ട് മോക്ഷകവചം ഇടർച്ചയുടെ കല്ല്, എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു കർത്താവിനെ പറ്റിയും ഇടർച്ചയുടെ കല്ലെന്നാണ് പറഞ്ഞത്. അന്ത് പറഞ്ഞത് ഇടർച്ചയുടെ കല്ല് എന്ന്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തും ബ്രദർ അഭിമാനിച്ചോളാൻ എന്നോട് ഒരാൾ പറഞ്ഞു. എന്നെ ബ്രദറെന്ന് വിളിക്കുന്നവരുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ചേട്ടാ അപ്പച്ച എന്നൊക്കെ വിളിക്കാം, ഒരു കുഴപ്പമില്ല. പ്രായം 76 ഉള്ളൂ. എനിക്ക് ബ്രദർ എന്ന് പറയണ്ട എന്ന് ഞാൻ ഇപ്പോഴും പറയട്ടെ. അദ്ദേഹം ബ്രദർ എന്നാണ് വിളിച്ചത്. എന്നാലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ, വേറൊരാളും എന്നെ വിളിച്ച് അതിനോട് ചുമതലപ്പെട്ട ഒരാൾ എന്നോടും വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് സാന്ദർഭികമായി ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല, എൻ്റെ നാവിലൂടെ വരികയാണ്. കത്തോലിക്കാ സഭ, ക്രിസ്തുവിൻ്റെ സഭ, അതിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവത്വമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കുക. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും സത്യം പറയുന്നവനെ അവനെ അംഗീകരിക്കണം. ഞാൻ എൻ്റെ പ്രകാശ വഴിയിൽ അതിനെപ്പറ്റി ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ആദ്യമേ ഇട്ടിട്ടുമുണ്ട്. അത് സത്യമായിട്ടും അത് എന്നെക്കൊണ്ട് ദൈവം അതിൻ്റെ അകത്ത് എഴുതിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പ്രകാശ വഴി പുസ്തകത്തിൽ ലയനോഡ് ബോഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആരിലൂടെയും നന്മ പറയാം, നന്മ വരും. അതിനെ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ച് അത് നന്മയെ സ്വീകരിക്കാതില്ലായിരിക്കേണ്ടത്. അതിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ ആയിരിക്കണം. കത്തോലിക്ക, പ്രത്യേകിച്ചും ഞാൻ കത്തോലിക്ക സഭയിലാണ്, സഭാമക്കൾ അങ്ങനെ ആയിത്തീരണം. എത്ര നിസ്സാര വ്യക്തിയായാലും ഒരാളെ ആദരപൂർവ്വം ശ്രവിക്കുന്ന നിലപാട് നാം സ്വീകരിക്കണം. ഓരോരുത്തർക്കും എന്തെങ്കിലും പറയുവാനോ വെളിപ്പെടുത്തുവാനോ ഉണ്ടായിരിക്കും. അത്തരം വെളിപ്പെടുത്തലുകളിലൂടെ
ത്രിത്വൈക ദൈവത്തിൻ്റെ മുഖം കൂടുതൽ മെച്ചമായി കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മളെപ്പോഴൊക്കെ ഉചിതമായി ചിന്തിക്കുകയും നമ്മളെക്കുറിച്ചും ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമുള്ള സത്യം സമ്മതിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നമ്മിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക വചനത്തെ ശുശ്രൂഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ലെനാർഡോ ബോഫ് കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. വളരെ ചിന്തിക്കുന്നയാളുമായിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി പറയുകയാണ്. ഞാനത് എടുത്ത് വായിച്ചെന്നുള്ളതേ ഉള്ളൂ സാന്ദർഭികമായി. അപ്പോൾ സത്യം പറയുന്നതിനെ കേൾക്കുക, സത്യത്തെ അംഗീകരിക്കുന്നവരെ ബഹുമാനിക്കുക, അസത്യമായി നിൽക്കുന്നവരോട് താക്കീത് കൊടുക്കുക. അവരെ അപമാനിക്കാനോ നിന്ദിക്കാനോ നമ്മൾ പോകുന്നില്ല എന്ന് മാത്രം ഓർക്കുക. ഇന്നലെ പറഞ്ഞ ഒരു വാക്യം ഒരു വ്യക്തിയുടെ ഇത് എനിക്ക് ഒരു വ്യക്തി ഇട്ടു തന്നു. അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മൈക്കിളച്ചനെ അപമാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞൊരു കരച്ചിലും കൂടി അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ ഇത്രയും ദിവസം ഇതിൻ്റെ അകത്തൂടെ സന്ദർശിച്ചല്ലോ. ഞാൻ മൈക്കിളച്ചനെ എവിടെയെങ്കിലും ഏതെങ്കിലും അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നതിന് ചില കാര്യങ്ങളെപ്പറ്റി ചിലപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ അതിനെ അല്പം അതിനെ അത് അപ്രകാരമല്ലാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. മൈക്കിളച്ചനെ ഞാൻ എവിടെയെങ്കിലും അപമാനിച്ചെന്ന് ഒരാളെങ്കിലും ഇത് പറയാൻ സത്യസന്ധമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ രക്തത്തിൽ കരം മുക്കി പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഞാനിതിവിടെ അവസാനിപ്പിക്കാം. വെറുതെ എന്തെങ്കിലും പറയുന്നവരുടെ വർത്തമാനം, ചീപ്പ് വർത്തമാനം ഈ ശുശ്രൂഷയെ അപമാനിക്കാൻ ഇടയാക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവരോടും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല, പെട്ടെന്ന് എൻ്റെ നാവിലൂടെ ഇത് വരികയാണ് ചെയ്തത്. മറ്റൊന്നുമല്ല, ഞാൻ മൈക്കിളച്ചനെ അപമാനിച്ചതോർത്ത് ആ വ്യക്തിക്ക് ഞാൻ പേര് പറയുന്നില്ല, ആ വ്യക്തിക്ക് വലിയ വേദനയുണ്ടായത്. അതിനേക്കാൾ കൂടുതലപ്പുറത്ത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞായിരിക്കണം ഒരുപക്ഷെ മൈക്കിളച്ചനെ ഈ വ്യക്തി അറിയുന്നത്. അല്ലെ അച്ഛൻ പറയട്ടെ, അച്ഛനെ ഞാൻ ഇതിലൂടെ എപ്പോഴെങ്കിലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി ചില കാര്യങ്ങൾ, ആത്മീയ കാര്യത്തിൽ ചില ആശയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അച്ഛനെ ഞാൻ എവിടെയെങ്കിലും അപമാനിച്ചെന്ന് അച്ഛൻ പറയട്ടെ. ഇല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞത് പിൻവലിക്കേണ്ടതല്ലേ? അതല്ലേ കത്തോലിക്കാ സഭയുടെ പരിശുദ്ധിയോട് ബന്ധപ്പെട്ട സത്യം എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും അത് ഈ വ്യക്തി ഇതൊക്കെ നോക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ അത് ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കേണ്ടതും കടമയുണ്ട്. കാരണം എല്ലാവരും കുറവുള്ളവരാണ്. എനിക്കും കുറവുകളും കുറ്റങ്ങളുമുണ്ട്. പക്ഷേ പറയുന്ന സന്ദർഭവും സാഹചര്യവും നോക്കണം. തെറ്റുകൾ പറഞ്ഞിട്ട് വ്യക്തിപൂജ നടത്തി നടക്കുന്നവർ ക്രിസ്തുവിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ടെന്ന് ഏറ്റു പറയട്ടെ. അതും തെറ്റായിട്ട് കരുതണ്ട. എനിക്ക് സംശയമുണ്ട്. മറ്റുള്ളവരെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് അവരെ അപമാനിച്ച് താത്തിക്കെട്ടുന്നവൻ ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകുകയില്ലെന്ന് എടുത്തു പറയട്ടെ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ കെട്ടിവെക്കാൻ ആർക്കും എന്താ അവകാശം? കർത്താവിനെ അടിച്ചപ്പോൾ കർത്താവ് ചോദിച്ചില്ലേ, ഞാൻ എന്തിനാണ് നീ എന്നെ അടിക്കുന്നത് പറ. ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്ന ഇതാണ്, കാലങ്ങളായി 10-18 വർഷമായി ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും എന്തെങ്കിലും തരത്തിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ കാറിക്കൂവി എന്നെ കല്ലെടുത്തെറിയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം സഹോദര എന്ന് ഞാൻ ചോദിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ ഈ ദിവസം ചെയ്യുന്ന ശുശ്രൂഷകളിലോ ഞാൻ ഈ ദിവസം എഴുതി നടക്കുന്ന പുസ്തകങ്ങളിലോ ബഹുമാനപ്പെട്ട പാമ്പളാനി പിതാവൊക്കെ അംഗീകരിച്ചതാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ആർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. സത്യത്തിനെതിരായി നിൽക്കരുത്. അത് അന്ധകാര പ്രവൃത്തിയാണ്. ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിനയത്തോടെ പറയട്ടെ. എന്നെ സംബന്ധിച്ചല്ല, സുവിശേഷത്തിന് തടസ്സമുണ്ടാക്കുന്നത് തിന്മയുടെ പ്രവൃത്തിയാണ്. ദൈവനാമത്തിൽ ഏറ്റു പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പറയുന്നു. അതിന് എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട്, ഞാനത് പറയുന്നു. വ്യക്തിയെ കുറ്റപ്പെടുത്തുകയല്ല. തിരുത്തേണ്ടത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ഉള്ള ഭാഗം വായിച്ചു വന്നതുകൊണ്ടാണ് പറയുന്നത്. തിരുത്തലുകൾ ആവശ്യമുള്ളിടത്ത് തിരുത്തണം. അതിന് താക്കീത് കൊടുക്കേണ്ടവർക്ക് താക്കീത് കൊടുക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ എപ്പോഴും എന്നേക്കും. കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്രപരമായ പഠനം ഉന്നതമാണെന്ന് ആയിരുന്നെന്ന് പെന്തക്കോസ്താ സഭയിലെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വരെയുള്ളവർ ഏറെക്കുറെ അംഗീകരിക്കുന്നതാണ്. എന്നാൽ ആ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പലപ്പോഴും ചിന്തിച്ചവരുമുണ്ട്. ആദിമ പിതാക്കന്മാരുടെ പഠനത്തെയും ഉൾക്കാഴ്ചയിലുള്ളതായ ജ്ഞാനപ്രഭുത്വത്തെയും താഴ്ത്തിക്കാണുവാൻ ആർക്കും സാധ്യമല്ല. സെൻറ്റ് അഗസ്റ്റിനെ പോലെയുള്ളവരുടെ ദൈവാവബോധം എത്ര ഉദാത്തമാണ്. പിന്നീട് തകർച്ചകൾ സംഭവിച്ചു എന്നുള്ളതും സത്യമാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, അതായത് പൗരോഹിത്യം ഇതിലായിട്ടിരിക്കുന്നത് കേട്ടോ, അത് കോൺസ്റ്റന്റീൻ്റെ കാലത്തുണ്ടായ പൗരോഹിത്യത്തെ പറ്റിയാണ് പറയുന്നത്. അധികാരത്തിൽ മാനുഷികമായ ചിന്തകളുടെ സ്ഥാപിത താല്പര്യത്തിനായി സുവിശേഷ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പണത്തിനും സുഖലോലുപതയ്ക്കും വേണ്ടി വരുത്തിക്കൂട്ടിയ ഭക്തിമാർഗങ്ങളിലും
ഭക്തിമാർഗികളും ഓരോ കാലത്തുമുണ്ടായ മാർപ്പാപ്പാമാരുടെയും മറ്റു നേതൃത്വത്തിലെ ലോബികളുടെയും താല്പര്യങ്ങളാണ് ക്രിസ്തു വഴിയിൽ നിന്നും ഈ സഭയെ അകറ്റിക്കളഞ്ഞത്. യഥാർത്ഥ ക്രിസ്തു വഴിയിൽ നിന്നും, അത് പ്രകാശ വഴിയാണ്, അതിൽ നിന്നും മാറ്റിക്കളഞ്ഞത് മാനുഷികമായ ചില പ്രവൃത്തികളാണ്. അതുകൊണ്ട് നമുക്കിനി മാനുഷിക പ്രവൃത്തി വേണ്ട, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മതി. ഞാൻ ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടാണ് ഞാനൊരു ഒരു ന്യായമല്ലാത്ത ഈ ശുശ്രൂഷയോടും ചിലർ ചെളിവാരി എറിയാൻ നോക്കുമ്പോൾ, എന്നെ ചെളിവാരി എറിയാൻ നോക്കുന്നെങ്കിൽ അവരോട് താക്കീത് ചെയ്യേണ്ടത് എൻ്റെ ചുമതലയായിട്ട് കാണുന്നു. കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റു പറയുകയാണ്. ആവശ്യമില്ലാതെ എനിക്ക് വചനം പറഞ്ഞു തന്ന ആദ്യത്തെ എൻ്റെ എനിക്ക് വേണ്ടി ധ്യാനം നടത്തിയ മൈക്കിളച്ചനെ ഞാനിതിൻ്റെ അകത്തോട് അപമാനിച്ചെന്ന് പറയുന്ന ആ വ്യക്തിയോട് എനിക്ക് പിണക്കമില്ല, ഒന്നുമില്ല. കാരണം നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആ മകന് സദ്ബുദ്ധിയാൽ സത്യം തിരിച്ചറിയാൻ ബോധ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത് പറയണം, കാരണം ഒരു ചാനലിൽ ഈ ശുശ്രൂഷയും എൻ്റെ പ്രവർത്തനങ്ങളെയും ഇതൊന്നും ശരിയല്ലെന്നും സമർത്ഥിച്ച് ഇതിനെ തമസ്കരിക്കാൻ നോക്കിയതെങ്കിൽ ഞാൻ പിന്നെ എന്തിനു ഈ പ്രവൃത്തി ചെയ്യണം? ഞാനിത് ദൈവനാമത്തിൽ ദൈവമഹത്വത്തിനായി ചെയ്യുകയാണ്. അനേകരും പറയുന്നു നല്ലതാണെന്ന്. അക്രൈസ്തവർ പോലും എനിക്ക് ഇത് കഴിഞ്ഞ് വ്യക്തിപരമായി അറിയുന്നവർ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കേൾക്കുകയാണ്. വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള വഴിയുണ്ട് എന്ന് പറയുന്നു. കാരണം ദൈവം, കർത്താവായ ക്രിസ്തു എല്ലാവരെയുമാണ് തൻ്റെ കുരിശിലേക്ക് ഏറ്റെടുത്ത് ശുദ്ധീകരിച്ചത് എന്ന് മാത്രം പറയട്ടെ. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് വായിച്ചു തുടങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഒരു വ്യക്തിയോട് യാതൊരു പരിഭവം എനിക്കില്ല, ആരോടും. ഞാൻ അതിൻ്റെ ആ അവസ്ഥയൊക്കെ എന്നെ കടന്നുപോയി. പക്ഷേ തിരുവചനത്തിനെതിരായി ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. അതുമാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യത്തിൽ പറഞ്ഞത്. അതും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിരിക്കുന്നവൻ എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. ദൈവത്തിന് എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. സത്യദൈവത്തിന് എന്നേക്കും എപ്പോഴും ആമേൻ. ദൈവത്തിന് സ്തുതി. കർത്താവെ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ദൈവമേ അനുഗ്രഹിക്കണമേ. എല്ലാവരിലും ഈ മഹത്വം തെളിവാനിടയാകട്ടെ. ആമേൻ.